സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലം കേരളം ഘടകം നേതൃത്വം നൽകുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രൗഢഗംഭീര വരവേൽപ്പ്. കർണാടകയിലെ കുദ്രോളി ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ധർമ്മ സന്ദേശയാത്ര. ഇതിന്റെ ഭാഗമായി സാമുദായിക ഹൈന്ദവ നേതാക്കൾ പങ്കെടുക്കുന്ന ഹിന്ദു നേതൃസമ്മേളനവും നടന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് ധർമ്മ സന്ദേശയാത്ര കോഴിക്കോട് എത്തിച്ചേർന്നത്. മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. സന്ദേശയാത്രയുടെ ഭാഗമായി തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ഹിന്ദു നേതൃസമ്മേളനത്തിൽ കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതിയും ധർമ്മ സന്ദേശയാത്ര രക്ഷാധികാരിയുമായ സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി. ഒരു സമാജത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉതകുന്ന പ്രവർത്തനം നാം ചെയ്യണം എന്നുറപ്പിക്കണം. ഏത് വ്യക്തിയാണോ ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും. 4 സകാരങ്ങൾ ഉപാസിക്കണം. സമ്പത്ത് പറഞ്ഞു, സംസ്കാരം, നമ്മെ നാമാക്കിയത് നമ്മുടെ സംസ്കാരമാണ്. ഈ സംസ്കാരം, ഈ സനാതന സംസ്കാരം നിലനിന്നാൽ മാത്രമേ ഭാരതം നിലനിൽക്കൂ, ലോകത്തിന് ശാന്തി ഉണ്ടാവും. ധർമ്മത്തിന്റെ പ്രാധാന്യവും നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളും മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഹിന്ദു നേതൃ സമ്മേളനമെന്ന് മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതിയും ധർമ്മ സന്ദേശയാത്ര ജനറൽ കൺവീനറുമായ സ്വാമി വിവേകാമൃതാനന്ദപുരി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ ഹിന്ദു സമാജം ഉണരുക തന്നെ വേണം. ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ സമാജത്തിൽ ഇന്ന് നടക്കുന്ന അപജയങ്ങളെല്ലാം, മൂല്യച്യുതികളെല്ലാം, ഇന്ന് വരുന്ന എനിക്കറിയാം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതെല്ലാം പെരുകി വരികയാണ്. എന്തുകൊണ്ടാണ്? ധർമ്മം നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. ധർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയ ഈ നേതൃസമ്മേളനം അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരട്ടെ. ഹിന്ദു നേതൃസമ്മേളനത്തിന് ശേഷം വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് സ്വാമി ചിദാനന്ദപുരി മറുപടി നൽകി. ക്ഷേത്ര പ്രവർത്തക സമിതി അംഗങ്ങളുടെയും ക്ഷേത്ര സമിതിയുടെയും കൂടുതലായിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് സ്വാമിയുടെ ഉപദേശത്തിനായി കേൾക്കുന്നു. ക്ഷേത്ര കോർഡിനേഷൻ ആയാലും അല്ലാതെയും ആധ്യാത്മിക പാഠങ്ങൾ, വേദപഠനങ്ങൾ, ധർമ്മപാഠങ്ങൾ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കുക. വാഴൂർ ആശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണവും മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ആമുഖ ഭാഷണവും നടത്തി. ചിന്മയ മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി ജിതാത്മാനന്ദ സരസ്വതി, അദ്വൈതാശ്രമത്തിലെ സ്വാമി സത്യാനന്ദപുരി ശാരദ, സമ്പോധ് ഫൗണ്ടേഷൻ മഠാധിപതി സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. 21-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. അമൃത ന്യൂസ് കോഴിക്കോട്.